ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ബുക്കിലെ 5ാമത്തെ ചാപ്റ്റർ പ്രൈസിങ് ദ ഇഷ്യൂ ഓഫ് ദ മെറ്റീരിയൽ എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് കവർ ചെയ്യും. നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ ഓൾറെഡി നമ്മൾ മെറ്റീരിയൽ എങ്ങനെ പർച്ചേസ് ചെയ്യണം, എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ അഗൈൻസ്റ്റ് ഈ മെറ്റീരിയൽ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. ഈ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും, എന്തിനാണ് കോസ്റ്റിംഗ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് അറിയാനും ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അറിയാനും എന്ത് ചെയ്യുക, അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കിത് പ്രോപ്പറായിട്ട് ഈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഇഷ്യൂ ചെയ്ത മെറ്റീരിയലിൻ്റെ എത്ര കോസ്റ്റ് നമ്മൾ എത്രയാണ് അതിൻ്റെ കോസ്റ്റ് എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു നോർമൽ ബിസിനസ് സെനാരിയോ ഒരു കേസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു സെയിം മെറ്റീരിയൽ, സിമിലർ മെറ്റീരിയലിന് തന്നെ നമ്മൾ വ്യത്യസ്തമായ പ്രൈസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ജനുവരിയിൽ നമ്മളൊരു 100 യൂണിറ്റ് ഒരു 10 രൂപക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഫെബ്രുവരിയിൽ അതിൻ്റെ പ്രൈസ് കൂടി 100 യൂണിറ്റ് 11 രൂപക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ ഒരു പീരിയഡിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വ്യത്യസ്തമായ പ്രൈസിൽ വ്യത്യസ്തമായ വിലക്ക് ആ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ജനുവരിയിൽ ഇഷ്യൂ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ കുറച്ച് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു ഇഷ്യൂവിന് നമ്മൾ 10 ആണോ എടുക്കുന്നത്, 11 ആണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് ആണോ എടുക്കേണ്ടത്, ഈ ഒരു കൺഫ്യൂഷൻ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഇൻവെൻറ്ററി വാല്യുവേഷൻ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ് സെഷനിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സ്റ്റോർ ലെഡ്ജർ എന്താണെന്നുള്ളത്. സ്റ്റോർ ലെഡ്ജർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത സ്റ്റോക്ക് ഇത്ര, നമ്മൾ ഇഷ്യൂ ചെയ്ത സ്റ്റോക്ക് ഇത്ര, നമ്മൾ ബാലൻസ് ഇത്ര എന്നുള്ള ക്വാണ്ടിറ്റിയും പ്രൈസും കൂടെ മെഷർ ചെയ്ത് അത് റെക്കോർഡ് ചെയ്യുന്ന ഫോർമൽ റെക്കോർഡാണ് സ്റ്റോർ ലെഡ്ജർ. അപ്പോൾ തന്നെ സ്റ്റോർ ലെഡ്ജറിൽ നമ്മൾ ബാലൻസ് സ്റ്റോക്കിന് നമ്മളൊരു പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന മെറ്റീരിയലിന് നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ആ വാല്യൂ എങ്ങനെയായിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡിസ്കഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? നമ്മളൊരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു, ചിലപ്പോൾ സപ്ലയർ നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടാവും, ട്രേഡ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടാവും. നമ്മൾ കൂടുതൽ വോളിയം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടാവും. നമുക്ക് കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് വന്നിട്ടുണ്ടാവും, ഫ്രൈറ്റ് വന്നിട്ടുണ്ടാവും, അൺലോഡിങ് ലോഡിങ് ചാർജ് വന്നിട്ടുണ്ടാവും, കണ്ടെയ്നർ ചാർജ് വന്നിട്ടുണ്ടാവും. ഇതുപോലെ ചില എക്സ്പെൻസുകൾ നമ്മൾ പർച്ചേസ് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ എക്സ്പെൻസ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം സ്റ്റോക്കിൻ്റെ പ്രൈസാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മെറ്റീരിയൽ 1000 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. ഏതെങ്കിലും മെറ്റീരിയൽ നമ്മൾ 1000 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. 100 രൂപയാണ് നമ്മുടെ ടോട്ടൽ ഒരു മെറ്റീരിയൽ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടോട്ടൽ ഫോർ എക്സാമ്പിൾ 2000 രൂപ ചിലവായി. 2000 രൂപ ചിലവായിട്ടുണ്ടെങ്കിൽ ഓരോ യൂണിറ്റിനും 2 രൂപ നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് 2000 ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2, അത് ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 രൂപ കോസ്റ്റ് വന്നിട്ട്, അപ്പോൾ ഈ 2 രൂപയും കൂടി 100 രൂപേൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഫൈനൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജിൻ്റെ എക്സാമ്പിളാണ്. ഇതുപോലെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടെയ്നർ ചാർജസ് ഉണ്ടാവും, നമ്മുടെ കസ്റ്റംസ് ക്ലിയറൻസ് ചാർജസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ സപ്ലയർ നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടാവും. ആ ഡിസ്കൗണ്ട് തന്നിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് മൈനസ് ചെയ്യും വേണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇത്ര പർച്ചേസ് ചെയ്തു, നമുക്കൊരു 1000 രൂപ ടോട്ടൽ ട്രേഡ് ഡിസ്കൗണ്ട് തന്നു. ഈ ട്രേഡ് ഡിസ്കൗണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഒരു യൂണിറ്റിന് 1 രൂപ വെച്ചിട്ട് അതിൽ ട്രേഡ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. ഈ ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് ഈ ഫൈനൽ വാല്യൂ 100 മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഓരോ സിറ്റുവേഷനും നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇത് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റിന് പകരം ക്യാഷിൽ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയർ നമുക്ക് തരുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് നോർമലി നമുക്ക് സ്പെസിഫിക് പ്രൊഡക്റ്റിലേക്ക് അപ്ലൈ ചെയ്യില്ല. കാരണം അത് അക്കൗണ്ടിങ് റിലേറ്റഡ് ട്രീറ്റ്മെൻ്റ് ആണ്. അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാഷ് ഡിസ്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യുക. അതൊരിക്കലും പ്രോഡക്റ്റിലേക്ക് ചാർജ് ചെയ്യില്ല. എന്നാൽ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് അല്ല, നമ്മൾ ക്രെഡിറ്റ് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. പക്ഷേ നമ്മൾ ആ സപ്ലയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാരണം ആ സപ്ലയർ നമുക്കൊരു സ്പെഷ്യൽ പ്രൈസ് തന്നു. ഈ ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റ് പ്രൈസ് ഒന്ന് കുറക്കാൻ പറ്റും.
ഫോർ എക്സാമ്പിൾ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് പ്രൈസ് എന്നുള്ളത് 100 നമുക്കൊരു സപ്ലയർ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട്, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ തന്ന് ഒരു 2 രൂപ ഡിസ്കൗണ്ട് തന്നു. ഈ ഡിസ്കൗണ്ട് നമുക്ക് ഫൈനൽ പ്രൈസിന് കുറച്ച് നമുക്ക് 98 ആയിരിക്കും നമ്മുടെ ഫൈനൽ, ഈ ഒരു കേസിലെ ഫൈനൽ കോസ്റ്റ്. പിന്നെ അടുത്തത് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ചില സപ്ലൈസ് നമുക്ക് ഓഫർ തരും. നിങ്ങൾ 1000 യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ 100 രൂപ ഒരു യൂണിറ്റിന്, 2000 യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ 99 രൂപ, 5000 യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ 96 രൂപ. ഇതുപോലെ ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം സപ്ലൈസിന് കൂടുതൽ സെയിൽ നടക്കണം, അപ്പോൾ അതിൻ്റെ ബേസിൽ അവർ കൂടുതൽ ഡിസ്കൗണ്ട് തരും. അപ്പോൾ ഈ ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ്ലി പ്രൊഡക്റ്റ് കോസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇത് നമ്മളെ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് നമ്മൾ നോർമലി ഫൈനൽ പ്രൊഡക്റ്റ് പ്രൈസ് നമുക്ക് കുറച്ചിട്ടാണ് കാണിക്കുക. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മൾ ജസ്റ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തേ. ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് പ്രൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 1000 രൂപ നമുക്ക് മെറ്റീരിയൽ പർച്ചേസിന്, ഒരു 1000 പീസ് പർച്ചേസ് 100 രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്തു. നമുക്ക് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ അതിന് ഒരു 1000 അല്ലെങ്കിൽ 2000 രൂപ വന്നു. അത് പെർ യൂണിറ്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് യൂണിറ്റ് കോസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, ഇതുപോലത്തെ എല്ലാ ടാക്സ് ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊഡക്റ്റ് പ്രൈസിലേക്ക്, പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തു, പുറത്തുനിന്നുള്ള രാജ്യത്ത് ഇമ്പോർട്ട് ചെയ്തു. നമുക്ക് സപ്ലയർക്ക് നമ്മൾ ഒരു 100 രൂപ വെച്ചിട്ടാണ് പേ ചെയ്തത്. നമുക്ക് പെർ യൂണിറ്റിന് ഒരു 5 രൂപ കസ്റ്റംസ് ഡ്യൂട്ടി വന്നു ഫോർ എക്സാമ്പിൾ. അങ്ങനെ ഈ 5ഉം കൂടി ഇതിൽ ആഡ് ചെയ്ത് 105 ആയിരിക്കണം നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പുറത്തുനിന്ന് ഒരു കണ്ടെയ്നർ ചാർജസ് വന്നു നമുക്ക്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കണ്ടെയ്നർ, ഇപ്പോൾ നമ്മൾ ഇങ്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്തു, നമ്മൾ സപ്ലയർ ഒരു കണ്ടെയ്നറിൽ പാക്ക് ചെയ്തിട്ടാണ് നമുക്കത് സപ്ലൈ ചെയ്യുന്നത്. ഈ കേസിൽ എന്ത് ചെയ്യും, ആ കോസ്റ്റ് ഓഫ് കണ്ടെയ്നർ സപ്ലയർ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കോസ്റ്റ് ഓഫ് കണ്ടെയ്നറും കൂടി നമ്മൾ മെറ്റീരിയൽ പർച്ചേസിൽ ആഡ് ചെയ്ത് കൊടുക്കണം, നമ്മൾ പ്രൈസിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു, ഒരു ക്യാനിന് 100 രൂപയാണ് മെറ്റീരിയൽ ചാർജ്, പ്ലസ് ഒരു 20 രൂപ കണ്ടെയ്നർ ചാർജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 120 രൂപയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ചില കേസിൽ എന്ത് ചെയ്യും, ഇതുപോലത്തെ കണ്ടെയ്നർ നമ്മൾ അടുത്ത പർച്ചേസ് ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിനൊരു 10 രൂപ കിട്ടും. ഈ 20 നമ്മൾ കൊടുത്തത് 10 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ 10 രൂപ കൺസിഡർ ചെയ്ത് അതിൻ്റെ വ്യത്യാസം, ഈ 20ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം, ഇതാണ് നമ്മളെ നെറ്റ് ഫൈനൽ കോസ്റ്റ്. ഈ നെറ്റ് ഫൈനൽ കോസ്റ്റ് ആണ് കണ്ടെയ്നർ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കേസിൽ നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ദ ഫോളോവിംഗ് ഇൻവോയ്സ് റിസീവ്ഡ് ഫ്രം എ സപ്ലയർ, കാൽക്കുലേറ്റ് ദ മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 150 kg നമ്മൾ 10 രൂപക്ക് റിസീവ് ചെയ്തു. 100 kg മെറ്റീരിയൽ Y നമ്മൾ 12 രൂപക്ക് റിസീവ് ചെയ്തു. ടോട്ടൽ 1500 പ്ലസ് 1200 2700. 90 രൂപ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് തന്നു. ടോട്ടൽ വാല്യൂ 1610. നമ്മൾ കോസ്റ്റ് ഓഫ് കണ്ടെയ്നർ 60, കാറ്റേജ് ആൻഡ് ക്യാരേജ് 75, നമ്മൾ ട്രാൻസ്പോർട്ട് ചാർജ് ഒക്കെ 75 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്യൂട്ടി 27. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, റിട്ടേൺ വാല്യൂ ഓഫ് കണ്ടെയ്നർ 9. അതായത് ഒരു കണ്ടെയ്നർ നമ്മൾ റിട്ടേൺ ചെയ്ത് വെച്ചാൽ നമുക്ക് 9 രൂപ നമുക്ക് സപ്ലയർ തിരിച്ചു തരും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ആദ്യം മെറ്റീരിയൽ കോസ്റ്റ് ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. നമുക്ക് ടോട്ടൽ 90 ആയിരുന്നു ട്രേഡ് ഡിസ്കൗണ്ട്. ഈ ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് 2 പ്രോഡക്റ്റിലേക്കും ഈ വാല്യൂവിൻ്റെ ബേസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് കണ്ടെയ്നർ നമ്മൾ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 60 ആയിരുന്നു. നമ്മൾ പറഞ്ഞു റിട്ടേൺ കൊടുക്കുന്നത്, നമ്മൾ കണ്ടെയ്നർ റിട്ടേൺ കൊടുത്തപ്പോൾ നമുക്ക് 9 രൂപ വെച്ചിട്ട് തിരിച്ചു കിട്ടി. അപ്പോൾ 9 × 5 കണ്ടെയ്നർ ആണുള്ളത്, അപ്പോൾ 45. അപ്പോൾ ടോട്ടൽ നമ്മൾ കോസ്റ്റ് വന്നുള്ള 15 ആണ്. ഈ 15 നമ്മൾ 9 രൂപ ഈ പ്രോഡക്റ്റിലേക്കും അലോക്കേറ്റ് ചെയ്തു, 6 രൂപ ഈ പ്രോഡക്റ്റിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ക്യാരേജ് ചാർജ് 75 ആയിരുന്നു വന്നിട്ടുള്ളത്. 75ൽ 45 നമുക്ക് ഈ പ്രോഡക്റ്റിലേക്കും 30 ഈ പ്രോഡക്റ്റിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഡ്യൂട്ടി വന്നിട്ടുള്ളത് 27 ആയിരുന്നു. 15 ഈ പ്രോഡക്റ്റിലേക്കും 12 ഈ പ്രോഡക്റ്റിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് ഈ അലോക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻവോയ്സ് വാല്യൂ, ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ഫോർ എക്സാമ്പിൾ 2800 ആണ് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ.
ഇതിൽ 1500 ഈ റേഷ്യോയിൽ മെറ്റീരിയൽ എക്സിലേക്കും പിന്നെ അതുപോലെ തന്നെ 1200 ഡിവൈഡഡ് ബൈ 2700 ഈ ഒരു റേഷ്യോയിൽ മെറ്റീരിയൽ വൈയിലേക്കും നമ്മൾ ആ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് ഈ ഫിനാൻഷ്യൽ ഐറ്റമാണ്, നമ്മൾ ഇതിൽ ഇഗ്നോർ ചെയ്തു. നമ്മൾ ഇതിൽ അസ്യൂം ചെയ്തിട്ടുണ്ട് കണ്ടെയ്നർ റിട്ടേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് കിടക്കണം. പ്രോബ്ലം ഇൻ പ്രൈസിങ് ദ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഒരു മെറ്റീരിയലിന് പല പ്രൈസിന് മൾട്ടിപ്പിൾ പ്രൈസിന് ഒരു പീരീഡ് തന്നെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പീരീഡിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ ഏത് കോസ്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് പ്രൈസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ജനുവരി ബിഗിനിങ്ങിൽ 100 രൂപക്ക് പർച്ചേസ് ചെയ്തു. മിഡിൽ ജനുവരി 15 തീയതി 95 രൂപക്ക് പർച്ചേസ് ചെയ്തു. ജനുവരി ലാസ്റ്റിൽ വന്നപ്പോൾ നമ്മൾ 11 രൂപക്ക് പർച്ചേസ് ചെയ്തു. ഇനി ഫെബ്രുവരി ഫസ്റ്റ് ആ സ്റ്റോക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എത്ര രൂപക്കാണ് എത്രയാണ് ഇഷ്യൂവിൻ്റെ പ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? അത് നമ്മൾ അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മൾ സ്റ്റോക്ക് വാല്യുവേഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽ ഇഷ്യൂ വാല്യുവേഷൻ മെത്തേഡ്സ് എന്ന് പറയും. ആ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് നമ്മൾ ഫസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽ ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ ഈ കേസിൽ നമ്മൾ ജനുവരി ഫസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയലാണ് നമ്മൾ ഫെബ്രുവരിയിൽ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ കോസ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിന്റെ അസംഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽ ഫസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിലെ അസംഷൻ. This method is based on the principle that the material should be issued in order to receive and at the actual cost. അതായത് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഏത് മെറ്റീരിയലാണോ റിസീവ് ചെയ്തത് ആ മെറ്റീരിയലിന്റെ കോസ്റ്റാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോഴും ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ അസ്യൂം ചെയ്യാണ് നമ്മൾ റിസീവ് ചെയ്ത അതേ ഓർഡർ തന്നെയാണ് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതും. നമ്മൾ ആദ്യം റിസീവ് ചെയ്ത മെറ്റീരിയൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് നമ്മൾ ആദ്യമായിട്ട് റിസീവ് ചെയ്ത മെറ്റീരിയൽ നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കും. പിന്നെ റിസീവ് ചെയ്ത മെറ്റീരിയൽ ആ ഓർഡറിലാണ്. അതായത് ഫസ്റ്റ് ഏതാണോ എൻ്റെ അടുത്ത് ഫോർ എക്സാമ്പിൾ ഒരു റിക്വയർമെൻറ്റ് വന്നു. ഒരു മെറ്റീരിയൽ എക്സിന് ഒരു 500 പീസ് റിക്വയർമെൻറ്റ് ഉണ്ട്. 500 പീസ് റിക്വയർമെൻറ്റ് വന്നാൽ ഞാൻ ആദ്യമായിട്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ എൻ്റെ 2000 പീസ് സ്റ്റോക്ക് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് നോക്കേണ്ടത് സ്റ്റോർ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫോളോ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത് ഇതിൽ ഈ 2000 ഏത് മെറ്റീരിയലാണ് ഞാൻ ഫസ്റ്റ് റിസീവ് ചെയ്തിട്ടുള്ളത്. ആ ഫസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയലാണ് ഈ 500 പീസ്. ഫസ്റ്റ് റിസീവ് ചെയ്ത 500 പീസാണ് ഈ റിക്വസ്റ്റിന് അഗെയിൻസ്റ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് ഔട്ട് മെത്തേഡിലെ അസംഷൻ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഈ ഒരു കേസിൽ മെറ്റീരിയൽ റിസീപ്റ്റ് ചെയ്തത് കേസ് പറയുന്നുണ്ട്. ജനുവരി 1 5 രൂപക്ക് റിസീവ് ചെയ്തു 500 പീസ്. ജനുവരി 8 300 രൂപക്ക് 300 പീസ് റിസീവ് ചെയ്തു 5.1. പിന്നെ ജനുവരി 13 600 പീസ് ഇഷ്യൂ ചെയ്തു. ജനുവരി 18 വീണ്ടും റിസീവ് ചെയ്തു 400 പീസ് 5.2 റിസീവ് ചെയ്തു. ജനുവരി 25 500 പീസ് റിസീവ് ചെയ്തു 5.1 റിസീവ് ചെയ്തു. അതുപോലെ തന്നെ ജനുവരി 23 ഒരു ഇഷ്യൂ ചെയ്തു 300 പീസ്. ജനുവരി 31 200 പീസ് വീണ്ടും ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ ജനുവരി 13 ഈ 600 പീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യത്തെ 500 പീസ് ഈ ഒരു പ്രൈസിൽ നിന്നും അത് 5 രൂപക്കും പിന്നെ വന്നിട്ടുള്ള 100 പീസ് 5.1 നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഈ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ 600 പീസിൽ 500 പീസ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് കൺസ്യൂം ചെയ്ത് പോകും. അതിനുശേഷം ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന് 100 പീസും കൂടെ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ 600 പീസ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മൾ ജനുവരി 18 400 പീസ് 5.2 റിസീവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഈ 300 പീസാണ്. ഈ 300 പീസ് നമ്മൾ ഈ 300 നമ്മൾ 200 ബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ 200 ആദ്യം ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഈ ക്വാണ്ടിറ്റിയിലെ ഈ 400 നമ്മൾ 100 കൂടി ഇഷ്യൂ ചെയ്ത് കൊടുത്താൽ ഈ 300 കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ 500 പീസ് 5.1 വേറെ റിസീവ് ചെയ്തു ജനുവരി 25. ജനുവരി 31 നമ്മൾ 200 പീസ് വേറെ ഇഷ്യൂ ചെയ്തു. ഈ 200 പീസ് നമ്മൾ ഇഷ്യൂ ചെയ്തേണ്ടത് ഈ ജനുവരി 18 റിസീവ് ചെയ്ത സ്റ്റോക്ക് എന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത് 5.2. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫസ്റ്റ് റിസീവ് ചെയ്ത സ്റ്റോക്ക് ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റിന്റെ പേരാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഓക്കെ, സെയിം ഇതിന്റെ
ഫോർമാറ്റാണ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ പുതിയ റിസീവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്റ്റോർ ലെഡ്ജർ ഫോർമാറ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി ഫിഫോൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് ഇത് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ഈസി ടു ഓപ്പറേറ്റ്. ഇത് സിമ്പിൾ, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽ ഫസ്റ്റ് കൊടുക്കുന്നു. സിൻസ് ദ മെറ്റീരിയൽസ് ആർ ചാർജ് ടു പ്രൊഡക്ഷൻ അറ്റ് ആക്ച്വൽ കോസ്റ്റ്, അത് നമ്മൾ റിസീവ് ചെയ്ത കോസ്റ്റ് തന്നെയാണ് മെറ്റീരിയൽ സ്റ്റോറിലേക്ക് ചാർജ് ചെയ്ത് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ഗുഡ് ഇൻവെന്ററി മാനേജ്മെന്റ് സിൻസ് ദ ഓൾഡസ്റ്റ് യൂണിറ്റ് ആർ സോ യൂസ്ഡ് ആൻഡ് ഇൻവെന്ററി. അത് നമ്മളിത് നല്ലൊരു ഇൻവെന്ററി മാനേജ്മെന്റ് മെത്തേഡ്. കാരണം എന്താണ്, നമ്മൾ ഫസ്റ്റ് റിസീവ് ചെയ്ത് ഓൾഡ് ഇൻവെന്ററി സ്റ്റോക്ക് നമ്മളടുത്ത് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താണ്, നമ്മൾ ഫസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയലാണ് ആദ്യം എത്തി നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. അപ്പം എന്ത് ചെയ്തു, നമ്മൾ ഇൻവെന്ററി എപ്പോഴും പുതിയ ഇൻവെന്ററി ആയിരിക്കും നമ്മളടുത്ത് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻവെന്ററി കേട് വന്ന് പോകാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കുറവാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ജനറലി റെപ്രസെന്റ് ഫെയർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ആസ് ഇറ്റ് വുഡ് ബി കൺസിഡർ റീസെന്റ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. കാരണം നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും, ബിഗിനിങ്ങിലുള്ള സ്റ്റോക്ക് ആയിരിക്കും. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പ്രൈസിന്റെ വാല്യൂ ആയിട്ട് എപ്പോഴും മാച്ച് ആയിരിക്കും. കാരണം ലാസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും നമ്മൾ ഈ ഒരു കേസിൽ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൽ മിക്കവാറും അത് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് മാച്ച് ആയിട്ടായിരിക്കും. ഞാൻ ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ഇത് ഒരു കോംപ്ലക്സ് കാൽക്കുലേഷൻ ആണ്. ചിലപ്പോൾ ഒരു ഇഷ്യൂ തന്നെ നമ്മൾ രണ്ട് പ്രൈസിലൊക്കെ രണ്ട് കോസ്റ്റിൽ നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇത് കോംപ്ലക്സ് കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ ഇഷ്യൂ, ഫോർ എക്സാമ്പിൾ നമ്മൾ മുന്നത്തെ കേസിൽ പറഞ്ഞു നമുക്കൊരു 300 പീസിന്റെ റിക്വസ്റ്റ് വന്നു. 200 പീസ് നമ്മൾ ഒരു പ്രൈസ് വെച്ചിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുത്തു, 100 പീസ് വേറൊരു പ്രൈസ് വെച്ചിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുത്തു. ഒരു ഇഷ്യൂ തന്നെ ഒന്നിൽ കൂടുതൽ പ്രൈസ്, മൾട്ടിപ്പിൾ പ്രൈസ് ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അത് കൂടുതൽ കോംപ്ലക്സ് കാൽക്കുലേഷന് കാരണമാകും. അതുപോലെ തന്നെ ഒരു ജോബ് മറ്റൊരു ജോബായിട്ട് കമ്പയർ ചെയ്യുന്നത് വളരെ എളുപ്പമല്ല ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഫോർ എക്സാമ്പിൾ നമ്മൾ സെയിം പ്രൊഡക്റ്റ് തന്നെ ജനുവരി 1 ഒരു പീരീഡിൽ നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടിയ മെറ്റീരിയലിന്റെ കോസ്റ്റും വേറൊരു പീരീഡിൽ ജനുവരി ലാസ്റ്റിൽ നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടിയ മെറ്റീരിയലിന്റെ കോസ്റ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ സെയിം പ്രോഡക്റ്റിന് നമ്മൾ ജനുവരി 1 പ്രൊഡ്യൂസ് ചെയ്തതും ജനുവരി ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതും തമ്മിലുള്ള ജോബ് നമുക്ക് കമ്പയർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു പ്രൈസ് ഇങ്ങനെ മാർക്കറ്റ് പ്രൈസിൽ ആ മെറ്റീരിയലിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ അതിനാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റ് എന്ന് പറയാം. ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റ് കണ്ടീഷനിൽ ഒരിക്കലും എന്ത് ചെയ്യുക, ഫസ്റ്റ് ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ഒരിക്കലും എന്താവില്ല, മാർക്കറ്റ് പ്രൈസ് ആയിട്ട് മാച്ച് ചെയ്തുകൊണ്ടിരിക്കില്ല. കാരണം മാർക്കറ്റ് പ്രൈസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഫസ്റ്റ് ഔട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ആ സ്റ്റോക്കിന്റെ പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് ഒരിക്കലും മാച്ച് ആവില്ല. ഇനി അടുത്ത മെത്തേഡ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഫസ്റ്റ് ഔട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് നമ്മൾ ലാസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയലാണ് നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. ഒക്കെ സെയിം രീതിയിൽ സ്റ്റോർ ലെഡ്ജറിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ സെയിം ഡാറ്റ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റിക്വസ്റ്റ് വരുമ്പോൾ എനിക്ക് ഏറ്റവും ലാസ്റ്റ് റിസീവ് ചെയ്ത ഷിപ്മെന്റ് നിന്നാണ് ആ കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ വെൻ ട്രാൻസാക്ഷൻസ് ആർ ഫ്യൂ. കുറച്ച് ട്രാൻസാക്ഷൻ ഉള്ളെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. കാരണം ലാസ്റ്റ് റിസീവ് ചെയ്ത സ്റ്റോക്ക് നമുക്ക് ഡയറക്റ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റും. സിൻസ് ഇഷ്യൂ ആർ ബേസ്ഡ് ഓൺ ആക്ച്വൽ കോസ്റ്റ്, നോ പ്രോഫിറ്റ് ഓർ നോർ ലോസ് അറൈസ്ഡ്. അതായത് നമ്മൾ ലാസ്റ്റ് റിസീവ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് പ്രൈസ് ആയിട്ട് മാച്ച് ആയിരിക്കും. ആ ലാസ്റ്റ് റിസീവ് ചെയ്ത പ്രൈസ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്യൂ എപ്പോഴും മാർക്കറ്റ് പ്രൈസ് ആയിട്ട് മാച്ച് ആയിരിക്കും. അതുപോലെ പ്രൊഡക്ഷൻ മോസ്റ്റ് റീസെന്റ് പ്രൈസിനായിരിക്കും പ്രൊഡക്ഷനിലേക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മെറ്റീരിയൽ പ്രൈസ് കൂടുന്ന സമയത്ത്, മെറ്റീരിയൽ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ഫസ്റ്റ് ഔട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് കുറവായിരിക്കും. കാരണം മെറ്റീരിയൽ പ്രൈസ് കൂടുന്ന സമയത്താണ് നമ്മൾ റീസെന്റ് പർച്ചേസിന് എപ്പോഴും പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ പ്രൈസ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും, പക്ഷെ നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് കുറവായിരിക്കും.
അതുപോലെ തന്നെ പ്രൈസ് ലെവൽ മാറിക്കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ ഓരോ പീരീഡ് മാറുന്നതിനനുസരിച്ച് നമ്മൾ പ്രോഫിറ്റും മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ സെയിം സെയിലായിരിക്കും അല്ലെങ്കിൽ സെയിം പ്രൊഡക്ഷൻ ആൻഡ് ക്വാണ്ടിറ്റി ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ മാർക്കറ്റ് പ്രൈസ് മാറുന്നതിനനുസരിച്ച് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ പ്രോഫിറ്റ് ലെവൽ മാറിക്കൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിഫോന്റെ സെയിം ഡിസഡ്വാൻറ്റേജസ് തന്നെയാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ്. ഒരു റിക്വസ്റ്റിൽ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ പ്രൈസ് ചിലപ്പോൾ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ കോംപ്ലക്സ് കാൽക്കുലേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പ്രൈസ് കുറഞ്ഞു വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ, നമ്മളിത് പ്രൈസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ചെയ്ത് കൊടുക്കുന്ന മെറ്റീരിയലിന്റെ കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഇത് ടെമ്പററി നമ്മളെ പ്രോഫിറ്റ് കൂടുതലാണെന്ന് ചിലപ്പോൾ കാണിക്കും, പക്ഷെ ആക്ച്വൽ നമ്മളെ പ്രോഫിറ്റ് ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പീരീഡിൽ ചെയ്ത സെയിം ജോബിന്റെ കോസ്റ്റും നമ്മൾ വേറൊരു പീരീഡിൽ ചെയ്തിട്ടുള്ള ഒരു ജോബിന്റെ കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ കോസ്റ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിഫോ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ജോബിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റ് വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യും, ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ലാസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയൽ നമ്മൾ സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത മെറ്റീരിയലിന്റെ മാർക്കറ്റ് വാല്യൂവും അതിന്റെ സിസ്റ്റം വാല്യൂ തമ്മിലും ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം, അത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സമയത്ത് മെറ്റീരിയൽ റിസീവ് ചെയ്യുമ്പോഴും ഇഷ്യൂ ചെയ്യുമ്പോഴും നമ്മൾ പുതിയൊരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കോസ്റ്റ് ആയിരിക്കും നമ്മൾ സിസ്റ്റം കോസ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നമ്മൾ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, വാല്യൂ ഓഫ് ടോട്ടൽ മെറ്റീരിയലിന്റെ ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഇൻ സ്റ്റോക്ക്. എത്ര ക്വാണ്ടിറ്റി ഒരു സമയത്ത് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് കിട്ടും. ഈ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് നമ്മൾ ഓരോ ട്രാൻസാക്ഷന് ശേഷം ഒരു മെറ്റീരിയൽ റിസീവ് ചെയ്തു, ഒരു ഇഷ്യൂ ചെയ്തു, മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഒരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ അതിനുശേഷം ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോഴും ഒരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് ഓരോ ട്രാൻസാക്ഷന് ശേഷവും ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വെയ്റ്റഡ് ആവറേജിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. വെയ്റ്റഡ് ആവറേജ് നമ്മൾ ഓരോ ട്രാൻസാക്ഷന് ശേഷവും ഈ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. ടോട്ടൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീസസ്. ഈ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ സമയത്തും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് 600 യൂണിറ്റ് നമ്മളതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. 5.1167 ആയിരിക്കും ഒരു യൂണിറ്റിന്റെ കോസ്റ്റ്. ഈ വെയ്റ്റഡ് ആവറേജിന്റെ കോസ്റ്റ് അഡ്വാൻറ്റേജസ്, ഒന്നാമത് ഇത് ലോജിക്കലാണ്, കോൺസിസ്റ്റന്റ് ആണ്. നമ്മൾ പ്രൈസ് കോസ്റ്റ് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവില്ല. കാരണം ഇത് കുറച്ചുകൂടെ ലോജിക്കലാണ്. കാരണം നമ്മൾ പല സമയത്ത് പല പ്രൈസിന് പർച്ചേസ് ചെയ്തെങ്കിൽ കൂടെ അത് നമ്മൾ ആവറേജ് ചെയ്യുന്നതോടുകൂടെ തന്നെ അതൊരു ആവറേജ് കോസ്റ്റ് പോയിന്റിലേക്ക് വരും. അപ്പം എന്ത് ചെയ്യും, അത് കുറച്ചും കൂടെ കൺസിസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ കമ്പാരിസൺ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം ആവറേജ് കോസ്റ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഓരോ സമയത്ത് നമുക്ക് വന്നിട്ടുള്ള ടോട്ടൽ ആവറേജ് കോസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് കമ്പയർ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പ്രൈസ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ലിഫോ ആയാലും ഫിഫോ ആയാലും ചിലപ്പോൾ നമ്മൾ ഓരോ ജോബിനും ഓരോ പ്രൈസിൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ വെയ്റ്റഡ് ആവറേജ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വെയ്റ്റഡ് ആവറേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ ഫ്ലക്ച്വേഷൻസ് കുറവായിരിക്കും. മെറ്റീരിയൽ കോസ്റ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഫ്ലക്ച്വേഷൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഓരോ സമയം നമ്മൾ പുതിയ മെറ്റീരിയൽ റിസീവ് ചെയ്യുമ്പോഴും നമ്മൾ പുതിയ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ആ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റിന്റെ ബേസിലാണ് പിന്നെ നമ്മളൊരു ഇഷ്യൂ ചെയ്യുക. പിന്നെ അതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ്, ഇത് കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. കാരണം ഓരോ സമയത്ത് നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോഴും ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര കാൽക്കുലേഷൻ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് എപ്പോഴും കറണ്ട് മാർക്കറ്റ് പ്രൈസ് റേറ്റ് മാച്ച് ആയിക്കോളുന്നില്ല. കാരണം എന്താണ്, ഈ ഓരോ സമയത്തും ഇപ്പം നമ്മൾ ഹയർ പ്രൈസിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ലോവർ പ്രൈസിന് നമ്മൾ അതിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ആവറേജ് ഇറ്റ് ഔട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പ്രൈസ് ആയിട്ട് എപ്പോഴും മാച്ച് ആയിക്കോളുന്നില്ല.
പിന്നെ എന്ത് റീപ്ലേസ്മെന്റ് പ്രൈസ് മെത്തേഡ്. റീപ്ലേസ്മെന്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു നമുക്കൊരു ഇഷ്യൂ വന്നു, ഒരു മെറ്റീരിയൽ റിക്വസിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏത് കോസ്റ്റാണ് കൺസിഡർ ചെയ്യും, നമ്മൾ ആ ഒരു സ്റ്റോക്ക് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടോട്ടൽ സ്റ്റോക്ക് കോസ്റ്റ് വരും, അതിന്റെ ബേസിൽ ആ ഒരു പ്രൈസിൽ നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റീപ്ലേസ്മെന്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യും, സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് പല ഓഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഓഫറാണ് നമ്മൾ ശരിക്കും നമ്മളെ റീപ്ലേസ്മെന്റ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ഒരു സ്റ്റോക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ റീപ്ലേസ്മെന്റ് കോസ്റ്റിന്റെ ബേസിലാണ് ഈ ഒരു മെത്തേഡിൽ, റീപ്ലേസ്മെന്റ് കോസ്റ്റ് മെത്തേഡിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഡേറ്റിൽ കാണാം, ജനുവരി 13 നമ്മുടെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് 5.3 ആണ്. അപ്പോൾ ഓരോ പീരീഡിലെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് മെത്തേഡ്. പിന്നെ അടുത്ത മെത്തേഡാണ് സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ്. സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മെറ്റീരിയലിന് ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് ഫിക്സ് ചെയ്യുക. ആ സ്റ്റാൻഡേർഡ് പ്രൈസിലാണ് നമ്മൾ എപ്പോഴും മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ അത് സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡാണ്. അതായത് മാർക്കറ്റ് പ്രൈസിലേക്ക് നോക്കുന്നതിന് പകരം നമ്മളൊരു മെറ്റീരിയലിന് നമ്മളെ കമ്പനിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളെ എക്സ്പെർട്ടൈസ് നമുക്കറിയാൻ പറ്റും ഈ മെറ്റീരിയലിന്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇതാണ്. ആ സ്റ്റാൻഡേർഡ് പ്രൈസിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക, പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതിന്റെ ആ ഒരു മെത്തേഡിന്റെ പേരാണ് സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ്. ഈ സ്റ്റാൻഡേർഡ് നമുക്ക് പീരിയോഡിക്കലി റിവേഴ്സ് ചെയ്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും ഫിക്സ് ആയിക്കോളണമെന്നില്ല. അപ്പോൾ ഈ ഒരു മാസത്തേക്ക് ഇത്രയാണ് സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ അടുത്ത പീരീഡിലേക്ക് ഇത്രയാണ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് നമ്മൾ പീരിയോഡിക്കലി റിവ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഇഷ്യൂവിൽ കാണാൻ പറ്റും 5.3 ആണ് സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ ഏത് പ്രൈസിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ് പ്രൈസാണ് കൺസിഡർ ചെയ്തത്. പിന്നെ പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ റിട്ടേൺ ടു വെൻഡേഴ്സ്. ചില കേസിൽ എന്ത് ചെയ്യും, നമ്മൾ മെറ്റീരിയൽ റിസീവ് ചെയ്തതിനു ശേഷം അതിലെന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലോ പാക്കിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വെൻഡേഴ്സിന് സപ്ലൈസിന് തന്നെ റിട്ടേൺ ബാക്ക് ചെയ്യും. ആ റിട്ടേൺ ബാക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഫിഫോ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓൾഡ് സ്റ്റോക്കാണ് നമ്മൾ ഓൾഡ് സ്റ്റോക്കിന്റെ പ്രൈസാണ് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ഫിഫോയിൽ ഫസ്റ്റ് വന്ന മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്ത് ഓൾറെഡി പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തു. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഓൾഡസ്റ്റ് സ്റ്റോക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്നാൽ ലിഫോ ആണെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് റിസീവ് ചെയ്ത പ്രൈസിലാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. ആവറേജ് പ്രൈസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ആവറേജ് പ്രൈസിൽ തന്നെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. എന്നാൽ റീപ്ലേസ്മെന്റ് പ്രൈസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ എന്നാൽ റീപ്ലേസ്മെന്റ് പ്രൈസോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൈസാണ് നമ്മൾ ഇൻവെന്ററി വാല്യൂഷന് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇഷ്യൂ ചെയ്ത സമയത്ത് എത്രയാണ് നമ്മളെ കോസ്റ്റ് ഉള്ളത്, ആ പ്രൈസാണ് നമ്മൾ സപ്ലൈസ്ക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽ സ്റ്റോറിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രൈസ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത്. സ്റ്റോറിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഏത് പ്രൈസിനാണോ ആ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ പ്രൈസ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ. അത് ചില സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ മെറ്റീരിയൽ ഷോർട്ടേജ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, ചില കാരണം കൊണ്ടും ചില മെറ്റീരിയൽ ചിലതായിട്ട് കേട് വന്നു പോകും, അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചില കംപ്ലൈൻറ്റ് വരും. അപ്പം എന്ത് ചെയ്യും, അതൊക്കെ മെറ്റീരിയൽ ഷോർട്ടേജ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ മെറ്റീരിയൽ ഷോർട്ടേജ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. മെറ്റീരിയൽ ഷോർട്ടേജ് നമ്മൾ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഷോർട്ടേജ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യും. അബ്നോർമൽ
മെറ്റീരിയൽ ലോസ് ആണെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ചെക്ക് യുവർ പ്രോഫിറ്റ്സ് നോക്കാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഓഫ് വാല്യൂ മെറ്റീരിയൽ ഇഷ്യൂ ഈ സ്യൂട്ടബിൾ ഇൻ ദ ടൈം ഓഫ് റൈസിങ് പ്രൈസസ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. കാരണം എന്താണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൈസ് കൂടുന്ന സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അക്കോർഡിംഗ് ടു ലിഫോ മെത്തേഡ് ഓഫ് പ്രൈസിങ് ഇഷ്യൂ ആർ ക്ലോസസ്റ്റ് ടു കറണ്ട് എക്കണോമിക് വാല്യൂ. അത് കറക്റ്റ് ആണ്. കാരണം നമ്മൾ ലാസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയലാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ആ കോസ്റ്റാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം അത് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കൂടുതൽ ക്ലോസ് ആയിരിക്കും. പിന്നെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഓഫ് പ്രൈസിങ് സ്റ്റോർ ഇൻവോൾവ്സ് ആഡിങ് ഓൾ ദ ഡിഫറെൻറ്റ് പ്രൈസസ് ആൻഡ് ഡിവൈഡിങ് ബൈ ദ നമ്പർ ഓഫ് സച്ച് പീസസ്. അത് കറക്റ്റ് ആണ്. നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ അതിൻ്റെ വാല്യൂ ഇൻവെന്ററി വാല്യൂ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ മെറ്റീരിയൽ ലോസ് എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത്? മെറ്റീരിയൽ ലോസ് നോർമൽ ലോസ് ഉണ്ടാവും, അബ്നോർമൽ ലോസ് ഉണ്ടാവും. നോർമൽ ലോസ് പറയുമ്പോൾ നോർമൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള ലോസ് ആണ് നോർമൽ ലോസ്. എന്നാൽ അബ്നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും തെഫ്റ്റ്, ഫയർ, ആക്സിഡന്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ലോസ് ചെയ്യുന്നതാണ് അബ്നോർമൽ ലോസ്. ഇപ്പം നോർമൽ ലോസ് എന്താണ്? ഇപ്പം നമ്മളൊരു ഗ്യാസ് റീഫില്ലിംഗ് ആണ്, നമ്മൾ കുറച്ച് ഗ്യാസ് നമുക്ക് എന്ത് ചെയ്യും, അത് റീഫില്ലിങ്ങിന് സമയത്ത് നഷ്ടമാവും. അത് നോർമൽ ലോസ് ആണ്. എന്നാൽ എന്ത് ചെയ്യും, ചില തെഫ്റ്റോ ഫയറോ ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അബ്നോർമൽ ലോസ് ആണ്. ഈ നോർമൽ ലോസ് നമ്മൾ നോർമലി പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് തന്നെ ആഡ് ചെയ്യും, ആ പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് ആഡ് ചെയ്യും. എന്നാൽ അബ്നോർമൽ ലോസ് നമ്മൾ സെപ്പറേറ്റ് മെറ്റീരിയൽ ലോസ് ആയിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാണ് ചെയ്യുക. അത് പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് ഒരിക്കലും ആഡ് ചെയ്യൂല. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഒന്ന് മെറ്റീരിയൽ വാല്യുവേഷൻ മെത്തേഡ് ആയിരുന്നു. ഫിഫോ, ലിഫോ, വെയ്റ്റഡ് ആവറേജ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഫിഫോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുമ്പോൾ ഓരോ ട്രാൻസാക്ഷൻ ശേഷവും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻവെന്ററി കോസ്റ്റ് തീരുമാനിക്കുന്ന മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ്. പിന്നെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് മെത്തേഡ് പറഞ്ഞു. നമ്മൾ ആ ഇൻവെന്ററി റീപ്ലേസ് ചെയ്യാൻ നമുക്ക് എത്ര കോസ്റ്റ് വരുമെന്ന് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ബേസിൽ നമ്മൾ സ്റ്റോക്ക് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതാണ് റീപ്ലേസ്മെന്റ് പ്രൈസ് മെത്തേഡ്. ഇതിൽ കുറച്ച് ഡിസ്കസ് ചെയ്ത കീവേഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, വെയ്റ്റഡ് ആവറേജ്, റീപ്ലേസ്മെന്റ് പ്രൈസ്, സ്റ്റാൻഡേർഡ് പ്രൈസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.